ദ ട്രയോ എന്ന ഈ പാഠത്തിന്റെ ഓതർ R.K. Narayan ആണ്. R.K. Narayan was born in 10th October 1906 and died in 13th May 2001. His full name, Rasipuram Krishnaswamy Iyer Narayanaswamy, was an Indian writer known for his work set in the fictional South Indian town of Malgudi. He was a leading author of early Indian literature in English. R.K. Narayan ജനിച്ചത് 1906 ഒക്ടോബർ 10-നും അദ്ദേഹം മരിക്കുന്നത് 2001 മെയ് 13-മാണ്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം രാസിപുരം കൃഷ്ണസ്വാമി അയ്യർ നാരായണസ്വാമി എന്നാണ്. അദ്ദേഹം ഒരു പ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരനാണ്. സൗത്ത് ഇന്ത്യൻ നഗരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സാങ്കല്പിക നഗരമായിരുന്നു മാൽഗുഡി. ആദ്യകാല ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ലീഡിംഗ് ഓതർ ആയിരുന്നു R.K. നാരായൺ. അദ്ദേഹത്തിന്റെ ആത്മകഥാ അംശമുള്ള 3 പുസ്തകങ്ങളിൽ ഒന്നാമത്തെ പുസ്തകമാണ് സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. The fictional town of Malgudi was first introduced as the Swami and Friends, which is a part of his semi-autobiographical trilogy. The trio is the renamed title of the second chapter of Swami and Friends, which was the original title Rajam and Money. അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള 3 പുസ്തകങ്ങളിൽ ഒന്നാമത്തെ പുസ്തകമായ സ്വാമി ആൻഡ് ഫ്രണ്ട്സിലൂടെയാണ് മാൽഗുഡി എന്ന സാങ്കല്പിക നഗരം വായനക്കാരിലേക്ക് ആദ്യമായി എത്തുന്നത്. ദ ട്രയോ എന്ന പാഠഭാഗം യഥാർത്ഥത്തിൽ സ്വാമി ആൻഡ് ഫ്രണ്ട്സ് എന്ന പുസ്തകത്തിലെ 2ാമത്തെ അധ്യായമായ രാജ്യം ആൻഡ് മണി പുനർനാമകരണം ചെയ്തതാണ്. നമുക്കപ്പോൾ പാഠഭാഗത്തിലേക്ക് പോകാം. ദ ട്രയോ എന്ന് വെച്ചാൽ മൂവർ സംഘം എന്നാണ് ഉദ്ദേശിക്കുന്നത്. റിവർ സരയു വാസ് ദ പ്രൈഡ് ഓഫ് മാൽഗുഡി. It was 10 minutes walk from Ellaman Street, the last street of the town, chiefly occupied by oil monkeys. Its sand banks were the evening resort of all the people of the town. The municipal resident took any distinguished visitor to the top of the town hall and proudly pointed to him Sarayu in moonlight, glistening like a silver belt across the north. മാൽഗുഡിയുടെ അഭിമാനമായിരുന്നു സരയു നദി. മുഖ്യമായും എണ്ണ കച്ചവടക്കാർ താമസിച്ചിരുന്ന പട്ടണത്തിലെ അവസാനത്തെ തെരുവായ എല്ലാമാനിൽ നിന്ന് 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ നദിയിലേക്ക്. പട്ടണത്തിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെയും സായങ്കാലം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം സായങ്കാല വിശ്രമ സ്ഥലമായിരുന്നു നദീതീരം. ഏത് വിശിഷ്ടാതിഥിയെയും നഗരവാസി നഗര പൊതുമന്ദിരത്തിന് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചന്ദ്രപ്രഭയിൽ ഉത്തരദിക്കിന് കുറുകെ വെള്ളിനാട പോലെ പ്രകാശിക്കുന്ന സരയുവിനെ അഭിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കുമായിരുന്നു. The usual evening crowd was on the sand. Swaminathan and Mani sat aloof on a river step with their legs dangling in water. The people branches overhanging the river rustled pleasantly. A light breeze played about the puff and scattered stray leaves on the gliding stream below. Birds filled the air with their cries. Far away near Nallappa's mango grove, a little downstream, a herd of cattle was crossing the river. And then a country cart drawn by bullocks passed, the cartman humming a low tune. It was some 15 minutes past sunset and there was a soft red in the west. പതിവ് സായങ്കാല ആൾക്കൂട്ടം മണൽപ്പുറത്തുണ്ടായിരുന്നു. സ്വാമിനാഥനും മണിയും വെള്ളത്തിൽ കാലിളക്കിക്കൊണ്ട് നദിയുടെ പടവിൽ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ഇരിക്കുകയായിരുന്നു. നദിക്ക് മുകളിലേക്ക് പടർന്നിരുന്ന അരയാലിന്റെ ശിഖിരങ്ങൾ പ്രസന്നഭാവത്തിൽ മർമ്മരസ്വരം പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. ഇളങ്കാറ്റ് മരച്ചില്ലകൾക്കിടയിൽ വിളയാടി കൊഴിഞ്ഞു പോകുന്ന ഇലകളെ മന്ദമായി ഒഴുകുന്ന നദിയിലേക്ക് വിതറുന്നുണ്ടായിരുന്നു. പക്ഷികൾ അവരുടെ കരച്ചിൽ കൊണ്ട് അന്തരീക്ഷത്തെ നിറച്ചു. അങ്ങ് ദൂരെ അല്പം താഴെയായി നല്ലപ്പയുടെ മാന്തോപ്പിനടുത്ത് ഒരു പറ്റം കന്നുകാലികൾ നദി മുറിച്ച് കടക്കുന്നുണ്ടായിരുന്നു. ഒരു കാളവണ്ടിയും കടന്നു പോകുന്നുണ്ടായിരുന്നു. വണ്ടിക്കാരൻ താഴ്ന്ന സ്വരത്തിൽ ഒരു പാട്ട് മൂളുന്നത് കേൾക്കാമായിരുന്നു. സൂര്യൻ അസ്തമിച്ചിട്ട് ഏതാണ്ട് 15 മിനിറ്റ് ആയിട്ടുണ്ടാകും. പടിഞ്ഞാറേ ദിക്കിൽ നേരിയ ചുവപ്പ് നിറം കാണുന്നുണ്ടായിരുന്നു. The water runs very deep here, doesn't it? Mani asked. Yes, why? I am going to bring Rajam here, bundle him up and throw him into the river. ഇവിടെ വെള്ളത്തിന് നല്ല ആഴമുണ്ട് ഇല്ലേ? മണി ചോദിച്ചു. ഉണ്ട്, എന്താ? ഞാൻ രാജ്യത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുകയാണ്. അവനെ ചുരുട്ടിക്കൂട്ടി നദിയിലേക്ക് എറിയണം. Rajam was a fresh arrival in the first day. He had sauntered into the class on the reopening day of the second term, walked up to the last bench, sat beside Mani and felt very comfortable indeed till Mani gave him a jab in the ribs, which he returned. He had impressed the whole class on the very first day. He was a newcomer. He dressed very well. He was the only boy in the class who wore socks and shoes, fur cap and tie, and a wonderful coat and knickers. രാജം ഫസ്റ്റ് എയിൽ പുതിയതായി വന്ന കുട്ടിയായിരുന്നു. സെക്കൻഡ് ടേം
സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. ആലസ്യഭാവത്തിൽ അവൻ ക്ലാസ്സിലേക്ക് കടന്നു വന്നത്. ഏറ്റവും പിന്നിരയിലെ ബെഞ്ചിൽ മണിയുടെ അടുത്തിരുന്നു. മണി കൈ ചുരുട്ടി ഇടിക്കുകയും രാജം അത് തിരികെ കൊടുക്കുകയും ചെയ്യുന്നതുവരെ കാര്യങ്ങൾ ഭംഗിയായിരുന്നു. ആദ്യ ദിവസം തന്നെ അവൻ ക്ലാസ്സിൽ നല്ല മതിപ്പുണ്ടാക്കി. അവൻ നവാഗതനായിരുന്നു. മോടിയായി വസ്ത്രധാരണം നടത്തിയിരുന്നു. സോക്സും ഷൂസും രോമത്തൊപ്പിയും ടൈയും ഗംഭീരമായ കോട്ടും നിക്കറും ധരിച്ച ക്ലാസ്സിലെ ഒരേയൊരു കുട്ടി അവൻ മാത്രമായിരുന്നു. ഹി കെയിം ടു ദ സ്കൂൾ ഇൻ എ കാർ. ആസ് വെൽ ആസ് all this, he proved to be a very good student too. There were vague rumors that he had come from some English boys' school somewhere in Madras. He spoke very good English, exactly like a European, which meant that few in the school could make out what he said. Many of his classmates could not trust themselves to speak to him, the fund of broken English being small. Only Shankar, the genius of the class, had the courage to face him, though his English sounded halting and weak before that of Rajam. അവൻ കാറിലായിരുന്നു സ്കൂളിൽ വന്നിരുന്നത്. ഇതിനൊപ്പം തന്നെ വളരെ നല്ല ഒരു വിദ്യാർത്ഥിയാണ് താനെന്നും അവൻ തെളിയിച്ചു. മദ്രാസിൽ എവിടെയുള്ള ആൺകുട്ടികൾക്കായുള്ള സ്കൂളിൽ നിന്നാണ് അവൻ വന്നതെന്ന് നേരിയ ഒരു കിംവദന്തിയും ഉണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷുകാരനെ പോലെ തന്നെ അവൻ നന്നായി ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ആർക്കും തന്നെ അവൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. തങ്ങളുടെ ശേഖരത്തിലുള്ള മുറി ഇംഗ്ലീഷ് വളരെ തുച്ഛമായതുകൊണ്ട് അവന്റെ സഹപാഠികൾക്ക് സംസാരിക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥനായ ശങ്കറിന്റെ ഇംഗ്ലീഷ് രാജ്യത്തിന്റെ ഇംഗ്ലീഷിന് മുമ്പിൽ ഇടറുന്നതും ബലഹീനവുമായിരുന്നെങ്കിലും അവന് മാത്രമേ രാജ്യത്തെ നേരിടാനുള്ള ധൈര്യമുണ്ടായിരുന്നുള്ളൂ. This Rajam was a rival to Mani. In his manner to Mani, he assumed a certain nonchalance to which Mani was not accustomed. If Mani jabbed, Rajam jabbed. If Mani clouted, he clouted. If Mani kicked, he kicked. If Mani was the overlord of the class, Rajam seemed to be nothing less. ഈ രാജം മണിയുടെ എതിരാളിയായി. മണിക്ക് തീർത്തും പരിചയമല്ലാത്ത ഒരുതരം പുച്ഛഭാവമായിരുന്നു രാജം മണിയോടുള്ള പെരുമാറ്റത്തിൽ സ്വീകരിച്ചിരുന്നത്. മണി വിരൽ കൊണ്ട് കുത്തിയാൽ രാജം തിരിച്ചു കുത്തും. മണി മുഷ്ടി ചുരുട്ടിയിടിച്ചാൽ രാജവും തിരിച്ചിടിക്കും. മണി തൊഴിച്ചാൽ അവനും തൊഴിക്കും. മണി ക്ലാസ്സിൽ അധിക ഭാരമായിരുന്നെങ്കിൽ രാജവും ഒട്ടും കുറവല്ലായിരുന്നു. And add to all this the fact that Rajam was a regular 70%er, second only to Shankar. There were sure indication that Rajam was the new power in the class. Day by day, as Mani looked in, it was becoming increasingly clear that a new menace had appeared in his life. ഇതിനോടൊപ്പം തന്നെ രാജം 70% മാർക്ക് വാങ്ങി ശങ്കറിന്റെ തൊട്ടു താഴെ എപ്പോഴും 2ാം സ്ഥാനക്കാരനുമാണ്. ക്ലാസ്സിലെ പുതുശക്തിയാണ് രാജം എന്നുള്ള വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു. ദിവസം തോറും മണി നോക്കിയപ്പോൾ തന്റെ ജീവിതത്തിൽ ഒരു പുതിയ അപകടം ഉയർന്നു വരുന്നതായി വളരെ വ്യക്തമായി കണ്ടു. All this lay behind his decision on the reverse step to bundle up Rajam and throw him into the river. Swaminathan expressed a slight fear. You forgot that his father is the police superintendent. Mani remained silent for a while and said, "What do I care? Some night I am going to crack his shoulders with my clubs." രാജ്യത്തെ ചുരുട്ടിക്കൂട്ടി നദിയിലെറിയണമെന്ന് നദിയുടെ പടിക്കെട്ടിലിരുന്ന തീരുമാനിച്ചതിന്റെ പിന്നിൽ ഇതെല്ലാമായിരുന്നു. സ്വാമിനാഥൻ ഒരു ചെറിയ ഭയം പ്രകടിപ്പിച്ചു. അവന്റെ അപ്പൻ പോലീസ് സൂപ്രണ്ടാണെന്ന കാര്യം നീ മറന്നുപോകുന്നു. മണി അല്പനേരം നിശബ്ദനായിരുന്നു. പിന്നീട് അവൻ പറഞ്ഞു, അതിനെനിക്കെന്താ, എന്നെങ്കിലും ഒരു രാത്രി എന്റെ വടികൊണ്ട് ഞാൻ അവന്റെ തോള് തകർക്കാൻ പോകുകയാണ്. If I were you, I would keep out of the way of policemen. They are an awful lot, said Swaminathan. If you were me, but thank God I am not you, a male-toothed coward like you. Swaminathan bit his lips and sighed. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ പോലീസിന്റെ വഴിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമായിരുന്നു. അവർ ഒരു വല്ലാത്ത വർഗമാണ്, സ്വാമിനാഥൻ പറഞ്ഞു. എന്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ ദൈവമേ നന്ദി, ഞാൻ നീയല്ലല്ലോ, പാലുകൂടി മാറാത്ത നിന്നെ പോലൊരു ഭീരു. സ്വാമിനാഥൻ ചുണ്ടുകടിച്ച് നെടുവീർപ്പിട്ടു. And that reminds me, said the other, you are in need of a little warning. I find you hanging about that Rajam a bit too much. Well, have a care for your limbs. That is all I can say. ഇപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നു, മണി പറഞ്ഞു. നിനക്ക് അല്പം ഉപദേശം ആവശ്യമുണ്ട്. നീ ആ രാജ്യത്തിന്റെ അടുത്ത് ഏറെ നേരം ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ശരി, നിന്റെ കൈയും കാലും ഒക്കെ ശ്രദ്ധിച്ചോളണം. അത്രയുമേ എനിക്ക് പറയാൻ പറ്റൂ. സ്വാമിനാഥൻ broke into loud protestations. Did Mani think that Swaminathan could respect anyone but him? Mani, the dear old friend and guide. What made him think so? As far as Swaminathan could remember, he had never been within 3 yards of Rajam. Oh, how he hated him. സ്വാമിനാഥൻ ഉച്ചത്തിൽ പ്രതിഷേധിച്ചു. സ്വാമിനാഥന്റെ മണിയെ അല്ലാതെ വേറെ ആരെങ്കിലും ബഹുമാനിക്കാൻ കഴിയുമെന്ന് മണി വിചാരിച്ചോ? സ്വാമിനാഥന്റെ ഏറ്റവും പ്രിയപ്പെട്ട പഴയ സുഹൃത്തും വഴികാട്ടിയുമല്ലേ മണി. എന്താണ് മണിയെ അങ്ങനെ ചിന്തിപ്പിക്കാൻ ഇടയാക്കിയത്? സ്വാമിനാഥന്റെ ഓർമ്മയനുസരിച്ചാണെങ്കിൽ രാജ്യത്തിന്റെ 3 വാര അടുത്ത് പോലും അവൻ പോയിട്ടില്ല. അവൻ രാജ്യത്തെ എത്രയധികം വെറുത്തിരുന്നെന്നോ. That while upstart, when had Mani seen him with Rajam? Oh yes, it must have been during the drawing period on Monday. It was Rajam who had come and talked to him in spite of the cold face that Swaminathan had turned to him.
ആ കൊളരുതാത്ത അല്പൻ മണി എപ്പോഴാണ് സ്വാമിനാഥനെ അവനോടൊപ്പം കണ്ടത്? ഓ ശരി, തിങ്കളാഴ്ചത്തെ ഡ്രോയിങ് ക്ലാസിന്റെ സമയത്തായിരിക്കണം. താൻ അവനോട് നീരസം പ്രകടിപ്പിച്ചിട്ടും രാജം അവനോട് സംസാരിക്കാൻ വരികയായിരുന്നു. The devil had wanted a pencil sharpener, which he did not get, as he was promptly directed to go to a shop and buy if he needed it so urgently. Oh, there was no comparison between Rajam and money. ആ ചെകുത്താൻ ഒരു പെൻസിൽ വെട്ടി വേണമായിരുന്നു. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ അടുത്തുള്ള കടയിൽ പോയി ഒരെണ്ണം വാങ്ങാൻ ഉടനടി അവനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഓ, രാജവും മണിയുമായി ഒരു തരത്തിലുള്ള തുല്യതയും ഉണ്ടായിരുന്നില്ല. This pleased Mani greatly. For the first time that evening he laughed and laughed heartily too. He shook Swaminathan and gave such an affectionate twist to his ear that Swaminathan gave a long howl and then suddenly asked, "Did you bring that thing that I wanted?" ഇത് മണിയെ വളരെയധികം സന്തോഷിപ്പിച്ചു. അന്ന് വൈകുന്നേരം ആദ്യമായി അവൻ ചിരിച്ചു, അതും മനസ്സ് നിറഞ്ഞു. അവൻ സ്വാമിനാഥനെ പിടിച്ച് ഉലച്ച് സ്വാമിനാഥൻ ഉച്ചത്തിൽ നീട്ടി കരയുന്നത് വരെ സ്നേഹപൂർവ്വം അവന്റെ ചെവി പിടിച്ച് തിരിച്ചു. പിന്നെ പെട്ടെന്ന് ചോദിച്ചു, "ഞാൻ ആവശ്യപ്പെട്ട ആ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ?" "ഓ മണി, ഞാൻ നിന്നോട് 100 വട്ടം ക്ഷമ ചോദിക്കുന്നു. അമ്മ മുഴുവൻ സമയവും അടുക്കളയിലുണ്ടായിരുന്നു, എനിക്കത് എടുക്കാൻ കഴിഞ്ഞില്ല." "ഓ മണി, ഐ ബെഗ് 100 pardons of you. My mother was all the time in the kitchen. I could not get it. It referred to lime pickles." "ഓ മണി, ഞാൻ നിന്നോട് 100 വട്ടം ക്ഷമ ചോദിക്കുന്നു. അമ്മ മുഴുവൻ സമയവും അടുക്കളയിൽ ഉണ്ടായിരുന്നു, എനിക്കത് എടുക്കാൻ കഴിഞ്ഞില്ല." നാരങ്ങാച്ചാറിനെ കുറിച്ചാണ് പറയുന്നത്. "You are a nasty little coward. Oh, this river bank and the fine evening, how splendid it would have been." Swaminathan was to act as a cord of communication between Rajam and Mani. They were sitting in the last bench with their backs against the yellow wall. Swaminathan sat between Rajam and Mani. Their books were before them on the desk, but their minds were busy. "നീ ഒരു വഷളനായ കൊച്ചു ഭീരുവാണ്. ഈ നദീതീരവും ഈ സുന്ദരമായ സന്ധ്യയും എത്ര മനോഹരമായിരുന്നേനെ." രാജവും മണിയും തമ്മിലുള്ള ആശയവിനിമയത്തിന് ഇടനിലക്കാരനായി സ്വാമിനാഥന് പ്രവർത്തിക്കേണ്ടി വന്നിരുന്നു. ഏറ്റവും പിന്നിലുള്ള ബെഞ്ചിൽ മഞ്ഞ നിറത്തിലുള്ള ഭിത്തിക്ക് പിന്തിരിഞ്ഞാണ് അവരിരുന്നിരുന്നത്. സ്വാമിനാഥൻ മണിക്കും രാജത്തിനും ഇടയ്ക്കാണ് ഇരുന്നിരുന്നത്. പുസ്തകങ്ങൾ അവരുടെ മുന്നിലെ ഡെസ്കിന് പുറത്ത് ഉണ്ടായിരുന്നെങ്കിലും അവരുടെ മനസ്സ് വല്ലാത്ത തിരക്കിലായിരുന്നു. Mani wrote on a piece of paper, "Are you a man?" and gave it to Swaminathan, who pushed it across to Rajam, putting on as offensive a look as possible. Rajam read it, crumbled it, and threw it away, at which Mani wrote another note repeating the question with an offensive addition, and Rajam returned the same amount of offense with his reply. "നീ ഒരു ആണാണോടാ" എന്ന് മണി ഒരു കടലാസിൽ എഴുതി സ്വാമിനാഥന്റെ കയ്യിൽ കൊടുത്തു. അങ്ങേയറ്റം പ്രകോപനപരമായ മുഖഭാവത്തോടെ സ്വാമിനാഥൻ അത് രാജ്യത്തിന്റെ അടുത്തേക്ക് തള്ളി നീക്കി. രാജം അത് വായിച്ച് തുണ്ടു തുണ്ടാക്കി വലിച്ചെറിഞ്ഞു. അത് കണ്ട് കൂടുതൽ ചൊടിപ്പിക്കുന്ന വാക്കുകളും കൂട്ടിച്ചേർത്ത് പഴയ ചോദ്യം ആവർത്തിച്ച് മറ്റൊരു കുറിപ്പ് എഴുതി. രാജം അതേ തരത്തിലുള്ള പ്രകോപനപരമായ കുറിപ്പുമായി എഴുത്തു മടക്കി. Further progress was stopped. "Swaminathan, stand up," said the teacher. Swaminathan stood up faithfully. "What is Lisbon famous for?" asked the teacher. പിന്നീടുള്ള കൂടുതൽ മുന്നേറ്റം തടസ്സപ്പെട്ടു. "സ്വാമിനാഥൻ, എണീറ്റ് നിൽക്കൂ," അധ്യാപകൻ പറഞ്ഞു. സ്വാമിനാഥൻ ആദരവോടെ എണീറ്റ് നിന്നു. "ലിസ്ബൺ എന്തിന്റെ പേരിലാണ് പ്രശസ്തമായിട്ടുള്ളത്?" അധ്യാപകൻ ചോദിച്ചു. Swaminathan hesitated and ventured, "For being the capital of Spain." The teacher bit his moustache and fired a second question. "What do you know about the Indian climate?" "It is hot in summer and cold in winter." സ്വാമിനാഥൻ ഒന്ന് പരിങ്ങി, പിന്നീട് ധൈര്യം സംഭരിച്ചു പറഞ്ഞു, "സ്പെയിനിന്റെ തലസ്ഥാനമായിരിക്കുന്നതിനാലാണ്." അധ്യാപകൻ തന്റെ മീശ കടിച്ചു എന്നിട്ട് രണ്ടാമതൊരു ചോദ്യം വിട്ടു. "ഇന്ത്യൻ കാലാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം?" "അത് വേനൽക്കാലത്ത് ചൂടും ശീതകാലത്ത് തണുപ്പും ഉള്ളതാണ്." "Stand up on the bench," roared the teacher, and Swaminathan stood up without a protest. He was glad that he was given this supposedly degrading punishment instead of the cane. "ബെഞ്ചിന് മുകളിൽ കയറി നിൽക്കൂ," അധ്യാപകൻ അലറി. സ്വാമിനാഥൻ ഒരു വിസമ്മതവുമില്ലാതെ ബെഞ്ചിന് മുകളിൽ കയറി നിന്നു. ചൂരൽ പ്രയോഗത്തിന് പകരം ചെറുതായി അപമാനിക്കുന്ന ശിക്ഷയെ കിട്ടിയുള്ളൂ എന്നതിൽ സ്വാമിനാഥന് സന്തോഷം തോന്നി. The teacher resumed his lessons. Africa was a land of forest. Nile was the most important river there. But Swaminathan paid no attention to the rest of the lessons. His mind began to wander. Standing on the bench, he stood well over the whole class.
He could see so many herds and he classified them according to the calves. There were 4 red calves, 25 Gandhi calves, 10 for calves, and so on. അധ്യാപകൻ ക്ലാസ് തുടർന്നു. ആഫ്രിക്ക വനങ്ങളുടെ രാജ്യമായിരുന്നു. നൈൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നദി ആയിരുന്നു. പക്ഷെ സ്വാമിനാഥൻ പിന്നുള്ള പാഠഭാഗങ്ങൾ ഒട്ടും തന്നെ ശ്രദ്ധിച്ചില്ല. അവന്റെ മനസ്സ് അലഞ്ഞു തിരിയാൻ തുടങ്ങി. ബെഞ്ചിൽ നിൽക്കുകയായിരുന്നുകൊണ്ട് അവൻ എല്ലാവരെക്കാളും ഉയരെയായിരുന്നു. അവന് ധാരാളം തലകൾ കാണാമായിരുന്നു. തൊപ്പികളുടെ അടിസ്ഥാനത്തിൽ അവൻ തലകളെ തരംതിരിച്ചു. 4 ചുവന്ന തൊപ്പികൾ, 25 ഗാന്ധി തൊപ്പികൾ, 10 രോമ തൊപ്പികൾ, അങ്ങനെ അങ്ങനെ. When the work for the day was over, Swaminathan, Mani and Rajam adjourned to a secluded spot to say what was in their minds. Swaminathan stood between them and acted as the medium of communication. They were so close that they could have heard each other even if they had spoken in whispers, but it was a matter of form between enemies to communicate through a medium. Mani faced Swaminathan steadily and asked, "Are you a man?" അന്നത്തെ ജോലി തീർന്നപ്പോൾ സ്വാമിനാഥനും മണിയും രാജവും തങ്ങളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് പറയാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി. സ്വാമിനാഥൻ അവർക്കിടയിൽ ആശയവിനിമയ മാധ്യമമായി പ്രവർത്തിച്ചു. മന്ത്രിക്കുന്നത് പോലെ സംസാരിച്ചാൽ പോലും പരസ്പരം കേൾക്കാവുന്നത്ര അടുത്തായിരുന്നു അവർ. പക്ഷേ ശത്രുക്കൾ തമ്മിൽ സംസാരിക്കുന്നത് ഒരു മധ്യസ്ഥനിലൂടെ ആയിരിക്കണമെന്നുള്ളതായിരുന്നു ഒരു സാധാരണ രീതി. മണി സ്വാമിനാഥനെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു, "നീ ഒരു ആണാണോടാ?" Swaminathan turned to Rajam and repeated, "Are you a man?" Rajam flared up and shouted, "Which dog doubts it?" സ്വാമിനാഥൻ രാജ്യത്തിന് നേരെ തിരിഞ്ഞ് ആവർത്തിച്ചു, "നീ ഒരു ആണാണോടാ?" രാജ്യം ദേഷ്യം കൊണ്ട് ജ്വലിച്ചു, "ഏത് നായക്കാണടാ സംശയം?" Swaminathan turned to Mani and said ferociously, "Which dirty dog doubts it?" സ്വാമിനാഥൻ മണിയുടെ നേരെ തിരിഞ്ഞ് ഉഗ്രകോപത്തോടെ ചോദിച്ചു, "ഏത് വൃത്തികെട്ട നായക്കാണ് സംശയം?" "Have you the courage to prove that you are a man?" asked Mani. "ആരാ? നീ ഒരു ആൺകുട്ടിയാണെന്ന് തെളിയിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ?" മണി ചോദിച്ചു. സ്വാമിനാഥൻ രാജ്യത്തിന് നേരെ തിരിഞ്ഞ് ചോദ്യം ആവർത്തിച്ചു. How? repeated Swaminathan to Mani. "Meet me at the river near Nalapa's Grove tomorrow evening." "Near Nalapa's Grove?" Swaminathan was pleased to echo. "What for?" asked Rajam. "To see if you can break my heart." "Oh no, 2 pieces," said Rajam. "എങ്ങനെ?" സ്വാമിനാഥൻ മണിയോട് ചോദ്യം ആവർത്തിച്ചു. "എങ്ങനെ? നാളെ വൈകുന്നേരം നല്ലപ്പയുടെ തോട്ടത്തിനടുത്ത് നദിക്കരയിൽ വെച്ച് നമുക്ക് കാണാം." നല്ലപ്പയുടെ തോട്ടത്തിനടുത്ത് വിളിച്ചു പറയാൻ സ്വാമിനാഥന് സന്തോഷം തോന്നി. "എന്തിന്?" രാജൻ ചോദിച്ചു. "നിനക്ക് എന്റെ തല തറക്കാൻ കഴിയുമോ എന്നറിയാൻ." "ഓ, കഷണമാക്കാൻ," രാജൻ പറഞ്ഞു. Swaminathan's services were dispensed with. They gave him no time to repeat their words. Rajam shouted in one ear and Mani in the other, "So we may expect you at the river tomorrow," said Swaminathan. "Yes," Rajam assured them. സ്വാമിനാഥന്റെ സേവനങ്ങൾ ഒഴിവാക്കി അവരുടെ വാക്കുകൾ ആവർത്തിക്കാനുള്ള സമയം അവർ സ്വാമിനാഥന് കൊടുത്തില്ല. രാജം ഒരു ചെവിയിൽ അലറി, മണി മറ്റേ ചെവിയിലും. "അപ്പോൾ ഞങ്ങൾ നിന്നെ നാളെ നദിക്കരയിൽ പ്രതീക്ഷിക്കും." "Yes," Rajam assured them. ഉവ്വ്, രാജം അവർക്ക് ഉറപ്പു നൽകി. Mani wanted to know if the either would come with guards. No, he would not. And Mani voiced another doubt. "If anything happens to you, will you promise to keep it out of your father's knowledge?" Rajam promised, after repudiating the very suggestion that he might act otherwise. മറ്റേയാൾ അംഗരക്ഷകരമായി വരുമോ എന്ന് അറിയാൻ മണി ആഗ്രഹിച്ചു. "ഇല്ല, അയാൾ കൊണ്ടുവരികയില്ല." മണി മറ്റൊരു സംശയം ഉയർത്തി. "നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അച്ഛന്റെ അറിവിൽപ്പെടുകയില്ല എന്ന് വാക്ക് തരുമോ?" മറ്റേതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുമെന്ന കാര്യം ശക്തമായി നിഷേധിച്ചുകൊണ്ട് രാജം മണിക്ക് വാക്കുകൊടുത്തു. Nalapa's Grove stood a few yards before them. It was past 6 and the traffic for the day between the banks was over. The usual evening crowd was far behind them. Swaminathan and Mani were squatting on the sand. They were silent. Mani was staring at the ground with a small wooden club under his arm. He was thinking he was going to break Rajam's head in a short while and throw his body into the river. But if it should be recovered, but then how could they know that he had done it? But if Rajam should come and trouble him at night as a spirit, since his grandfather's death he was sleeping alone. What if Rajam should come and pull his hair at night? After all, it would be better not to kill him. He would content himself with breaking his limbs and leaving him to his fate. If he should matter his head,
who was going to find it out unless, of course, he cast a shy look at Swaminathan, who was blinking innocently. നല്ലപ്പയുടെ തോപ്പ് അവർക്ക് ഏതാനും വാരം മുന്നിലായി നിന്നിരുന്നു. സമയം 6 മണി കഴിഞ്ഞിരുന്നു. കരകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഗതാഗതം അവസാനിച്ചിരുന്നു. പതിവുള്ള സന്ധ്യാക്കൂട്ടം അവരിൽ നിന്നും ഏറെ പിന്നിലായിരുന്നു. സ്വാമിനാഥനും മണിയും മണൽപ്പുറത്ത് കുത്തിയിരുന്നു. അവർ നിശബ്ദരായിരുന്നു. കഷത്തിനുള്ളിൽ ഒരു മുട്ടുവടിയുമായി മണി നിലത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. മണി ചിന്തിക്കുകയായിരുന്നു. അധികം താമസിയാതെ അവൻ രാജ്യത്തിന്റെ തല അടിച്ചു പൊട്ടിച്ച് അവന്റെ ശരീരം നദിയിൽ എറിയാൻ പോകുകയാണ്. അത് കണ്ടെടുത്താലോ? മണിയാണ് അത് ചെയ്തതെന്ന് അവൻ എങ്ങനെ അറിയും? രാജം വന്ന് അവനെ രാത്രിയിൽ പ്രേതമായി ശല്യപ്പെടുത്തിയാലോ? മുത്തച്ഛന്റെ മരണത്തിന് ശേഷം അവൻ ഒറ്റയ്ക്കാണ് ഉറങ്ങിയിരുന്നത്. രാത്രിയിൽ രാജം വന്ന് അവന്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചാലോ? എന്തായാലും അവനെ കൊല്ലാതിരിക്കുന്നതാണ് നല്ലത്. അവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവനെ അവന്റെ വിധിക്ക് വിട്ട് തൃപ്തിയാക്കാം. അവന്റെ തല അടിച്ച് ചിതറിച്ചാൽ ആര് കണ്ടുപിടിക്കാൻ പോകുന്നു? തീർച്ചയായും ഇങ്ങനെയല്ലെങ്കിൽ. അവൻ സ്വാമിനാഥൻ നേരെ ഒളിഞ്ഞു നോക്കി. സ്വാമിനാഥനാകട്ടെ നിഷ്കളങ്കമായി കണ്ണുമിഴിച്ച് നോക്കിക്കൊണ്ടിരുന്നു. Unless, of course, Swaminathan informed the police. At the sound of the creaking of boards, they turned and found that Rajam had come. He was dressed in khaki and carried under his arm an air gun that was given to him a couple of months ago on his birthday. He stood very stiff and said, "Here I am ready." "You are late." "Yes, we will start." Rajam shouldered his gun and fired a shot in the air. Mani was startled. He stood still, his club down. സ്വാമിനാഥൻ പോലീസിൽ വിവരം അറിയിച്ചില്ലെങ്കിൽ ബോട്ടിന്റെ കിരികിരിയുള്ള ശബ്ദം കേട്ടപ്പോൾ അവർ തിരിഞ്ഞു നോക്കി. രാജം വന്നെത്തിയതായി അവർ കണ്ടു. അവൻ കാക്കി വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവന് ജന്മദിനത്തിൽ ലഭിച്ച ഒരു എയർ ഗണ്ണും അവന്റെ കൈവശം ഉണ്ടായിരുന്നു. യാതൊരു സൗഹൃദഭാവവും ഇല്ലാതെ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, "ഇതാ ഞാൻ തയ്യാറായിരിക്കുന്നു. നീ താമസിച്ചിരിക്കുന്നു. അതെ, നമുക്ക് തുടങ്ങാം." രാജം തോക്ക് തോളത്ത് വെച്ച് ആകാശത്തേക്ക് ഒരു വെടിവെച്ചു. മണി പരിഭ്രമിച്ചു പോയി. വടിയും താഴ്ത്തിപ്പിടിച്ച് അവൻ നിശ്ചലം നിന്നു. "You heard the shot?" asked Rajam. "The next is going to be into your body, if you are keen upon a fight. But this is unfair. I have no gun while you have. It was to be a hand-to-hand fight. Then why have you brought your club? You never said anything about it yesterday." Mani hung down his head. "What have I done? I offend you?" asked Rajam. "വെടി നിങ്ങൾ കേട്ടല്ലോ," രാജൻ ചോദിച്ചു. "നീ ഒരു വഴക്കിന് തൽപരനാണെങ്കിൽ അടുത്തത് നിന്റെ ശരീരത്തിലേക്ക് ആയിരിക്കും. പക്ഷെ അത് ന്യായമല്ല. എന്റെ കയ്യിൽ തോക്കില്ല. എന്നാൽ നിനക്ക് ഇത് നേരിട്ടുള്ള ഒരു മല്ലയുദ്ധമായിരിക്കണം. അങ്ങനെയെങ്കിൽ നീ എന്തിനാണ് മുട്ടുപടി കൊണ്ടുവന്നത്? ഇന്നലെ അതിനെക്കുറിച്ച് നീ ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ." മണി തലകുനിച്ചു നിന്നു. What have I done to offend you?" asked രാജം. "ഞാൻ നിനക്കെതിരായിട്ട് എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്?" "You called me a sneak before someone. That is a lie." "നീ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ ഏഷണിക്കാരൻ എന്ന് വിളിച്ചു. അത് നുണയാണ്." There was an awkward pause. "If this is all the case of your anger, forget it. I won't mind being friends." "Nor I," said Mani. അരോചകമായ ഒരു ഇടവേളയ്ക്ക് ശേഷം, "ഇത് മാത്രമാണ് നിന്റെ ദേഷ്യത്തിന്റെ കാരണമെങ്കിൽ അത് മറന്നു കളയൂ. ചങ്ങാതിമാരാകുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല." "എനിക്കും." Swaminathan gasped with astonishment. In spite of his posing before Mani, he admired Rajam intensely and longed to be his friend. Now this was the happiest conclusion to all the unwanted trouble. He danced with joy. സ്വാമിനാഥൻ അത്ഭുതത്താൽ വായി തുറന്നു. മണിയുടെ മുമ്പിലുള്ള അഭിനയത്തിനിടയിലും അവൻ രാജ്യത്തെ അങ്ങേയറ്റം ആരാധിക്കുകയും അവന്റെ കൂട്ടുകാരനാകാൻ ആശിക്കുകയും ചെയ്തിരുന്നു. അനാവശ്യമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റവും സന്തോഷകരമായ ഒരു പര്യവസാനമായിരുന്നു അത് സന്തോഷം കൊണ്ട് അവൻ നൃത്തം വെച്ചു. Rajam lowered his gun and Mani dropped his club. To show his goodwill, Rajam pulled out of his pocket half a dozen of biscuits. The river's mild rumble, the rustling of the people's leaves, the half-light of the late evening, and the three friends eating and glowing with the new friendship, Swaminathan felt at perfect peace with the world. രാജൻ തോക്ക് താഴ്ത്തി. മണി വടി താഴെയിട്ടു. അവന്റെ നല്ല മനസ്സ് കാണിക്കാനായി 1/2 ഡസൻ ബിസ്ക്കറ്റ് പോക്കറ്റിൽ നിന്ന് പുറത്തെടുത്തു. നദിയുടെ മന്ദമായ ഇരമ്പൽ, ആലിലയുടെ മാർമരം, സന്ധ്യയുടെ പാതി വെളിച്ചം, പുതിയ കൂട്ടുകെട്ടിന്റെ പ്രകാശത്തിൽ ഒരു വാക്ക് തർക്കവുമില്ലാതെ സമാധാനം എന്താണെന്ന് സ്വാമിനാഥൻ അനുഭവിച്ചറിഞ്ഞു.